മിക്ക വീടുകളിലും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ നട്ടുവളർത്തേണ്ട ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക, കർപ്പൂരവല്ലി, ഞവര, കഞ്ഞിക്കൂർക്ക എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു. പനിക്കൂർക്കയുടെ ഇലയാണ് പ്രധാന ഔഷധ ഭാഗം. ഇതിൻ്റെ ഇല വളരെ ഫ്ലഷിയും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുമാണ്. പനിക്കൂർക്ക പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പനി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ജലദോഷം, ചുമ, കഫക്കെട്ട്, മൂക്കടപ്പ് എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. എന്നാൽ പനിക്കപ്പുറം ധാരാളം രോഗങ്ങൾക്കും പനിക്കൂർക്ക ഉപയോഗിച്ചു വരുന്നു. അതായത് സന്ധിവാതത്തിനും സന്ധിവാതം മൂലമുണ്ടാവുന്ന ശരീരവേദനയ്ക്കും പനിക്കൂർക്ക ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വയറു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂക്കടപ്പ്, ആസ്മ, ശ്വാസതടസ്സം എന്നിവയ്ക്കെല്ലാം പനിക്കൂർക്ക ഉപയോഗിക്കാം. പനിക്കൂർക്ക നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഒന്നാമതായി പനിക്കൂർക്ക ഇലയെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അതായത് തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ നമുക്ക് പതിവായിട്ട് പനിക്കൂർക്ക ഇലയിട്ട വെള്ളവും കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുവഴി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടുകയും അസ്ഥികൾക്ക് നല്ല ബലവും ആരോഗ്യവും ലഭിക്കുകയും ചെയ്യും. രണ്ടാമതായി പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കുളിപ്പിക്കാൻ ഈ വെള്ളം ഉപയോഗിക്കാം. മൂന്നാമതായി പനിക്കൂർക്ക ഇല നന്നായി വാട്ടി അതിൻ്റെ നീരെടുത്ത് അല്പം തേനിൽ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വഴി അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും പനി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. അതുമല്ലെങ്കിൽ പനിക്കൂർക്ക ഇലയുടെ നീര് അവരുടെ തലയിൽ പുരട്ടുന്നതും വളരെ നല്ലതാണ്. മുതിർന്നവർക്ക് പനിക്കൂർക്ക ഇലയുടെ നീര് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ കൂടെയോ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയുടെ സത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ, അണുബാധ, പ്രാണികളുടെ കടി, മുറിവുകൾ എന്നിവ ഒഴിവാക്കുന്നതിന് വളരെ സഹായിക്കും. ചർമ്മരോഗം, താരൻ, വിവിധതരം അലർജികൾ എന്നിങ്ങനെ പല ആയുർവേദ ചികിത്സയിലും പനിക്കൂർക്ക ഉപയോഗിച്ചു വരുന്നതായി കാണുന്നു. ആസ്മ, ശ്വാസം മുട്ടൽ എന്നിവയുള്ളവർ പനിക്കൂർക്ക ഇലയുടെ നീര് കൽക്കണ്ടത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഉത്തമമായി.